ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷമാശ്വാസവും 3% വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. ഏകദേശം 49.2 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 68.7 ലക്ഷം പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷം ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ആനുകൂല്യം ലഭിക്കും. 5862 കോടി രൂപയിലധികം ചെലവിൽ രാജ്യത്തുടനീളം 57 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 4600 അധിക അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2026-27 വിപണന കാലയളവിലെ റാബി വിളകളുടെ മിനിമം താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിനും അനുമതിയായി. 57 പുതിയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനായുള്ള കേന്ദ്രമന്ത്രിസഭാ തീരുമാനം രാജ്യത്ത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേണൽ സോഫിയ ഖുറേഷിയെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും പോലുള്ള സ്ത്രീകളാണ് വികസിത ഭാരതത്തിന്റെ അംബാസഡർമാരെന്ന് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ്. മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ 100ാം സ്ഥാപക ദിനത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവരാത്രിയോടനുബന്ധിച്ച് രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങൾ. മഹാനവമി ദിനമായ ഇന്ന് ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പുഷ്പരഥോത്സവം നടന്നു. വിജയദശമി ദിനമായ നാളെ പൂജയെടുപ്പിന് ശേഷം വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. ആദ്യാക്ഷരം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുരുന്നുകൾ. കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം, ചോറ്റാനിക്കര, ആറ്റുകാൽ, പൂജപ്പുര സരസ്വതി മണ്ഡപം എന്നിവിടങ്ങളിൽ വിദ്യാരംഭത്തിനുള്ള സൌകര്യമുണ്ടാകും. വിജയദശമിയോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156ാമത് ജന്മവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് നാളെ സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ ഫ്രീഡം റൺ 6.0 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. നിയമസഭാ സമുച്ചയത്തിലെ ഗാന്ധി പ്രതിമയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പുഷ്പാർച്ചന നടത്തും. തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടക്കും. മന്ത്രിമാരായ വി ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവർ പങ്കെടുക്കും. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നാളെ സ്വച്ഛതാ ഉത്സവ് സംഘടിപ്പിക്കും. രാജ്യത്ത് മികച്ച വ്യവസായ സൌഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ ചൊവ്വയിലെ കാനന്നൂർ സഹകരണ സ്പിന്നിംഗ് മില്ലിന്റെ 2ാംഘട്ട നവീകരണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വ്യാവസായിക രംഗത്ത് പ്രമുഖ സ്ഥാനം ചൊവ്വയിലെ സഹകരണ സ്പിന്നിംഗ് മില്ലിനുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഒഫീഷ്യേറ്റിംഗ് മേട്രൺ ഇൻ ചീഫ് കേണൽ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യാതിഥിയായി. പാങ്ങോട് സൈനിക ആശുപത്രിയിലെയും സൈനിക കേന്ദ്രത്തിലെയും നിരവധി ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കാസർഗോഡ് കാഞ്ഞങ്ങാട് നിർവഹിക്കും. കുതിച്ചുയരാം അറിവിലേക്കും തൊഴിലിലേക്കും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക പീഠ വിവാദത്തിൽ സമഗ്ര അന്വേഷണം നടക്കുന്നതായി ദേവസ്വം മന്ത്രി VN വാസവൻ. ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ന്യൂസിലാൻഡിന് 327 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ന്യൂസിലാൻഡ് 26.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 103 റൺസ് നേടിയിട്ടുണ്ട്. ഇടുക്കി കട്ടപ്പനയിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ 3 തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ അപകടമുണ്ടായത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ സൌജന്യ സ്തനാർബുദ പരിശോധനയ്ക്കുള്ള സൌകര്യം. ഈ മാസം 31 വരെ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് പരിശോധന. ഗാന്ധി ജയന്തി ദിവസമായ നാളെ പരിശോധന ഉണ്ടായിരിക്കില്ല. 0412522299 എന്ന നമ്പറിൽ പകൽ 10നും 4നും ഇടയിൽ ബുക്ക് ചെയ്യാം. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി വനം വകുപ്പ് 210 സംഘർഷബാധിത പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടത്തിവന്ന തീവ്രയജ്ഞ പരിപാടിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സെപ്റ്റംബർ 16നാണ് 1ാം ഘട്ടം ആരംഭിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.